Hello friends, welcome back to English with Jenichi. Today I am going to tell you some more causative verbs. നമ്മൾ നേരത്തെ make നിർബന്ധിച്ച് ചെയ്യിക്കുക എന്ന അർത്ഥത്തിൽ മേക്ക് പഠിച്ചു. ഇന്ന് നമ്മൾ ഹാവ്, ഗെറ്റ്, അതുപോലെ ഒരല്പം ഹെൽപ്പും കൂടി പഠിക്കുന്നുണ്ട്. അപ്പൊ തുടക്കത്തിൽ നമുക്ക് ഹാവ് പഠിക്കാം. ഹാവ് ആൻഡ് ഗെറ്റ് രണ്ടിനും ഒരേ അർത്ഥമാണ്. മേക്ക് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഹാവ് ഓർ ഗെറ്റ് വരുമ്പോൾ അവിടെ ഐ എംപ്ലോയ് സംവൺ, ഐ പേ ഫോർ ദം, ഞാൻ പൈസ കൊടുത്ത് കൂലി കൊടുത്ത് ഞാൻ ചെയ്യിപ്പിക്കുകയാണ്. ഇപ്പം എന്തെങ്കിലും ഒരു പ്രവൃത്തി എനിക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ, ഇപ്പം പെയിന്റ് അടിക്കുന്നത് എനിക്ക് അറിയില്ലെങ്കിൽ ഞാൻ പെയിന്റ് അടിപ്പിക്കും. അപ്പം അതിന് പൈസ കൊടുക്കണം. അതല്ലെങ്കിൽ എനിക്ക് തലമുടി വെട്ടാൻ എനിക്ക് അറിയില്ല, ഞാൻ വേറൊരു ബാർബർ ഷോപ്പ് പോയിട്ട് മുടി വെട്ടിക്കുകയാണ്. അപ്പം അവിടെ പൈസ കൊടുക്കണം. അപ്പം അവിടെ നിർബന്ധിച്ച് ചെയ്യല്ല, പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുകയാണ്. അതല്ലെങ്കിൽ പെർസ്വേറ്റ്, പറഞ്ഞ് ചെയ്യിപ്പിക്കും. ഇപ്പം മേലുദ്യോഗസ്ഥർ കീഴുദ്യോഗസ്ഥ സബോർഡിനേറ്റ്സിനെ കൊണ്ട് ചില ജോലിയൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കുക. അവിടെ പൈസ കൊടുത്തിട്ടല്ല, പറഞ്ഞ് ചെയ്യിപ്പിക്കുക, പെർസ്വേഡ് ചെയ്യുകയാണ്, അനുനയിപ്പിച്ചിട്ടൊക്കെ ചെയ്യുന്നു. അതിനൊക്കെ നമുക്ക് ഹാവും ഗെറ്റ് ഉപയോഗിക്കാം. ഹാവും ഗെറ്റും തമ്മിൽ ഒരേ ഒരു വ്യത്യാസമുള്ളൂ. ഒരു ഫോർമൽ സിറ്റുവേഷനിൽ ഹാവ് ഉപയോഗിക്കും, അത് ഇൻഫോർമൽ സിറ്റുവേഷനിലാവുമ്പം ഗെറ്റ് ഉപയോഗിക്കുക. നമ്മുടെ സാധാരണ സംഭാഷണത്തിൽ ഗെറ്റാണ്, പക്ഷെ കുറച്ചൊരു ഫോർമൽ ഇതിൽ വരുമ്പോൾ ഹാവ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം, നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്നത് അത് ഉപയോഗിക്കും, അത്രയേ ഉള്ളൂ. അപ്പം അതിൽ ഹാവും ഗെറ്റും ഉപയോഗിക്കുമ്പോൾ തന്നെ രണ്ടും ഉപയോഗിക്കാന്ന് പറഞ്ഞു. അതിന് ആക്റ്റീവ് വോയിസിൽ ഉപയോഗിക്കുക, പാസീവ് വോയിസിൽ ഉപയോഗിക്കുക. ആദ്യം നമുക്ക് ആക്റ്റീവ് വോയിസ് നോക്കാം. അപ്പൊ ആക്റ്റീവ് വോയിസിൽ പ്രവൃത്തി ചെയ്യുന്ന ആൾ വേണം. അപ്പൊ ആദ്യം ഇതേപോലെ തന്നെ മേക്ക് ഉപയോഗിച്ചതുപോലെ ആരാണോ ചെയ്യിപ്പിക്കുന്ന അയാൾ വേണം. അപ്പം ഐ, അത് കഴിഞ്ഞാൽ കോസറ്റീവ് വെർബ് ഹാവിൽ തുടങ്ങാം. ഐ ഹാവ് ദ പെയിന്റർ. അപ്പൊ എന്റെ വീട് എനിക്ക് പെയിന്റ് അടിപ്പിക്കാൻ ഒരു പെയിന്റർ വേണം. സോ ഐ ഹാവ് ദ പെയിന്റർ പെയിന്റ് മൈ ഹൗസ്. അപ്പൊ അവിടുത്തെ വെർബ് എപ്പോഴും V1 ആണ്. അത് ബെയർ ഇൻഫിനിറ്റീവ് ചേർക്കാൻ പാടില്ല. ഹാവ് വരുമ്പം ബെയർ ഇൻഫിനിറ്റീവേ ചേർക്കാം. എന്നിട്ട് എന്താണോ പ്രവൃത്തി ചെയ്യുന്നതും. സോ ഐ ഹാവ് മൈ ഹൗസ്, ഐ ഹാവ് ദ പെയിന്റർ പെയിന്റ് മൈ ഹൗസ് എവറി 2 years. ഓരോ 2 വർഷം കൂടുമ്പോഴും എൻ്റെ വീട് ഞാൻ പെയിന്റ് അടിപ്പിക്കാറുണ്ട്, പെയിന്റ് ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പൊ ചെയ്യിപ്പിക്കുകയാണ്, ചെയ്യാൻ കാരണമാവുന്നത് ഞാനാണ്. ഐ ഹാവ് ദ പെയിന്റർ പെയിന്റ് മൈ ഹൗസ് എവറി 2 years. ഇനി വേറൊന്ന്, ഐ ഹാവ് ദ ബാർബർ കട്ട് മൈ ഹെയർ എവറി മന്ത്. എല്ലാ മാസവും എൻ്റെ മുടി ഞാൻ മുറിപ്പിക്കാറുണ്ട്. ആരെ കൊണ്ട്? ബാർബറെ കൊണ്ട്. ഐ ഹാവ് ദ ടൈലർ, ഐ ഹാവ് ദ ടൈലർ മേക്ക് മൈ ഷർട്ട്. ടൈലറെ കൊണ്ട് എൻ്റെ ഷർട്ട് ഞാൻ ഉണ്ടാക്കിക്കാറ്. അതായത് എനിക്ക് ഈ റെഡിമെയ്ഡ് ഷർട്ട് ഇഷ്ടമല്ല, അപ്പം തയ്പ്പിക്കുകയാണ് ഞാൻ ചെയ്യൽ. അപ്പം തയ്പ്പിക്കാറുണ്ട്, ടൈലറെ കൊണ്ട് തയ്പ്പിക്കാറുണ്ട്. ഐ ഹാവ് ദ ഡോക്ടർ എക്സാമിൻ മൈ ഐസ്. കണ്ണിന് എന്തോ ഒരു വേദന ഇതൊക്കെ ഉള്ളപ്പം ഞാൻ കണ്ണ് പരിശോധിപ്പിക്കാറുണ്ട്. അപ്പം ഇവിടെയൊക്കെ നമുക്ക് ഹാവ് ഉപയോഗിച്ച് പറയാം, ചെയ്യിപ്പിക്കാറുണ്ട് എന്നാണ്. ഈ ഹാവ് എല്ലായിടത്തും നമുക്ക് ഗെറ്റ് ഉപയോഗിക്കാം. സാധാരണ സംഭാഷണത്തിൽ ഗെറ്റ് ആണെന്ന് പറഞ്ഞു. ഇപ്പൊ ഗെറ്റ് ഉപയോഗിക്കുമ്പം ബെയർ ഇൻഫിനിറ്റീവ് പോരാ, ടു ഇൻഫിനിറ്റീവ് വേണം എന്നുള്ള ഒറ്റൊരു വ്യത്യാസമുള്ളൂ. ഇനി ഈ 4 സെന്റൻസ് നമുക്കൊന്ന് ഗെറ്റ് വെച്ച് പറഞ്ഞു നോക്കാം. ഫസ്റ്റ് വൺ, ഐ ഗെറ്റ് ദ പെയിന്റർ ടു പെയിന്റ്. പെയിന്റ് മാത്രം പോരാ, ടു പെയിന്റ് എന്ന് വേണം. അതായത് ടു ഇൻഫിനിറ്റീവ് വേണം ഗെറ്റ്. അതാണ് ഒരു വ്യത്യാസം. സോ ഐ ഗെറ്റ് ദ പെയിന്റർ ടു പെയിന്റ് മൈ ഹൗസ് എവറി 2 years. 2 വർഷം കൂടുമ്പം പെയിന്ററെ കൊണ്ട് പെയിന്റ് അടിപ്പിക്കാം. ഐ ഗെറ്റ് ദ ബാർബർ ടു കട്ട് മൈ ഹെയർ. കട്ട് പോരാ, to cut my hair every month. I get the tailor to make my shirt. I get the doctor to examine or check my eyes. കണ്ണ് പരിശോധിപ്പിക്കാറുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ ഹാവ് ഉപയോഗിക്കാം, ഗെറ്റ് ഉപയോഗിക്കാം. ഇനി ഇത് തന്നെ നമുക്ക് പാസീവ് വോയിസിൽ ഉപയോഗിക്കാം. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പം പാസീവ് വോയിസിൽ ഇവിടെ ഈ ബേസ്, അതായത് ഇൻഫിനിറ്റീവ് അല്ല ഉപയോഗിക്കുക, B5 ആണ്. അതിലെന്ത് വേണ്ട? ആരാണോ ചെയ്യുന്നത്, ആരെ കൊണ്ടാണോ ചെയ്യിപ്പിക്കുന്നത് അത് വേണ്ട. അപ്പൊ ഇനി നോക്കിക്കോളൂ, ഇതേ സെന്റൻസ് തന്നെ. അത് നമുക്കിപ്പം ഗെറ്റിലേക്ക് നോക്കാം. ഐ ഗെറ്റ്, ഐ ചെയ്യിപ്പിക്കുന്ന ഞാനാണ്, ഐ. അത് കഴിഞ്ഞാൽ ഗെറ്റ് എന്താണ്? മൈ ഹൗസ്. അപ്പം ചെയ്യിപ്പിക്കുന്ന ആ പെയിന്റർ അവിടെ ആവശ്യമില്ല. ഐ ഗെറ്റ് മൈ ഹൗസ് പെയിന്റഡ്, B5 വേണം. ഐ ഗെറ്റ് മൈ ഹൗസ് പെയിന്റഡ് എവറി 2 years. 2 വർഷം കൂടുമ്പോൾ എൻ്റെ വീട് ഞാൻ പെയിന്റ് അടിപ്പിക്കാറുണ്ട്. പെയിന്റ് അടിക്കുന്ന ആരാന്നുള്ളത് പറയാതെ വ്യക്തമാണ്. ഐ ഗെറ്റ് മൈ ഹെയർ കട്ട്. കട്ടിന്റെ 5ാമത്തെ ഫോമും കട്ടാണ്. കട്ട് 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 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഐ ഗെറ്റ് മൈ ഹെയർ കട്ട് എവറി മന്ത്. എല്ലാ മാസവും ഞാൻ മുടി വെട്ടിക്കാറുണ്ട്. ഐ ഗെറ്റ് മൈ ഷർട്ട് മെയ്ഡ്. ഐ ഗെറ്റ് മൈ ഷർട്ട്, മേക്ക്, മെയ്ഡ്, മെയ്ഡാണ് 5ാമത്തെ ഫോം. ഐ ഗെറ്റ് മൈ ഷർട്ട് മെയ്ഡ്. എൻ്റെ ഷർട്ട് ഞാൻ തയ്പ്പിക്കാറുണ്ട്. ഐ ഗെറ്റ് മൈ ഐസ് എക്സാമിൻഡ് ഓർ ചെക്ഡ്.
എൻ്റെ കണ്ണ് ഞാൻ പരിശോധിപ്പിക്കുന്ന ഡോക്ടറാണ്, ഇതൊക്കെ പറയാതെ വ്യക്തമാണ്. അപ്പോൾ ഇത് പാസീവ് ഫോമിലും ഇത് ഉപയോഗിക്കും. ഇതാണ് കൂടുതലും നമ്മൾ കേൾക്കുന്നത്. ആളുടെ പേര് നിർബന്ധമാണെങ്കിലേ ചേർക്കുള്ളൂ. അപ്പോൾ ആക്റ്റീവ് വോയിസിലല്ല ഈ പ്രയോഗം, കൂടുതലും പാസീവ് വോയിസ്. അപ്പം ഗെറ്റിന് പകരം പാസ്റ്റ് ടെൻസ് ആണ് ഗോട്ട് വരാം, വിൽ ഗെറ്റ് വരാം, എല്ലാ ടെൻസിലേക്കും നമുക്ക് പോകാൻ പറ്റും. അപ്പം ഞാൻ ഒന്നുകൂടി ഇത് എല്ലാ ടെൻസിലേക്കും മോഡൽ ഓക്സിലറി വെർബ് ചേർത്ത് എങ്ങനെയാ പറയുന്ന നോക്കും. ഐ ഗെറ്റ് മൈ ഹൗസ് പെയിന്റഡ്, ഞാൻ എൻ്റെ വീട് പെയിന്റ് ചെയ്യിപ്പിക്കാറുണ്ട്. ഐ ഗോട്ട് മൈ ഹൗസ് പെയിന്റഡ് ലാസ്റ്റ് മന്ത്. ഐ ഗോട്ട്, ഗെറ്റിന്റെ പാസ്റ്റ് ടെൻസ് ഗോട്ട് ആണ്. ഐ ഗോട്ട് മൈ ഹൗസ് പെയിന്റഡ് ലാസ്റ്റ് മന്ത്, കഴിഞ്ഞ മാസം എൻ്റെ വീട് ഞാൻ പെയിന്റ് അടിപ്പിച്ചു. ഐ വിൽ ഗെറ്റ് മൈ ഹൗസ് പെയിന്റഡ് നെക്സ്റ്റ് മന്ത്, അടുത്ത മാസം ഞാൻ എൻ്റെ വീട് പെയിന്റ് അടിപ്പിക്കും. സി, ഐ എം ഗെറ്റിംഗ് മൈ ഹൗസ് പെയിന്റഡ്. ഡോണ്ട് കം ഹിയർ, ഐ എം ഗെറ്റിംഗ് മൈ ഹൗസ് പെയിന്റഡ്. ഞാൻ എൻ്റെ വീട് പെയിന്റ് അടിപ്പിച്ചുകൊണ്ടിരിക്കുക. ആകെ അലങ്കോലപ്പെട്ട് കിടക്കും. ഈ സമയത്തൊന്നും നീ ഇങ്ങോട്ട് വരില്ല, ഇവിടെ വന്നാൽ നിനക്ക് താമസിക്കാനൊന്നും പറ്റില്ല, ആകെ റൂമിലൊക്കെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. അപ്പം നമ്മൾ പറയാം ഐ എം ഗെറ്റിംഗ് മൈ ഹൗസ് പെയിന്റഡ്, ഞാൻ എൻ്റെ വീട് പെയിന്റ് അടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ ഇപ്പം ഇങ്ങോട്ട് വരില്ലേ എന്നാണ്. പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ചിലപ്പം നമ്മൾ പറയും സി I was getting my house painted. എൻ്റെ വീട് ഞാൻ പെയിന്റ് അടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയും പറയാം. ഇനി we should get our house painted every 2 years. മോഡൽ ഓക്സിൽ ചേർത്ത് പറയാം, എല്ലാ 2 വർഷം കൂടുമ്പോഴും നമ്മളെല്ലാം നമ്മുടെ വീട് പെയിന്റ് അടിപ്പിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് 12 ടെൻസിലേക്കും പോവാം, അതുപോലെ മോഡൽ ഓക്സിലറി വെർബ് ചേർത്ത് പറയാം. ഇതിനൊക്കെ ഇത് പറ്റും. ഇനി ഇത് ഇമ്പരേറ്റീവ് സെന്റൻസിൽ ഉപയോഗിക്കും. ഇമ്പരേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കമാൻഡ് കൊടുക്കുകയാണ്, ഓർഡർ കൊടുക്കുകയാണ്. ഇപ്പം ടൈപ്പിസ്റ്റിനോട് വേണമെങ്കിൽ ഓഫീസർക്ക് പറയാം ടൈപ്പ് ദ ലെറ്റർ, ആ ലെറ്റർ ടൈപ്പ് ചെയ്യുമെന്നാണ്. എന്നാൽ ഓഫീസറുടെ കീഴിലുള്ള വേറൊരു ക്ലാർക്കിനോട് പറയുകയാണ് ഇതൊന്ന് ടൈപ്പ് ചെയ്യിപ്പിക്കൂ എന്നാണ്. അപ്പൊ ക്ലാർക്കല്ല ടൈപ്പ് ചെയ്യുന്ന, ടൈപ്പിസ്റ്റ് ആണ്. അപ്പൊ ചെയ്യിപ്പിക്കൂ എന്ന് പറയുന്നത് ഗെറ്റ് ദിസ് ലെറ്റർ ടൈപ്ഡ്, ആ ലെറ്റർ ഒന്ന് ടൈപ്പ് ചെയ്യിപ്പിക്കുന്നതാണ്. അതുപോലെ എനിക്ക് നേരെ പെയിന്ററെ കണ്ടുമുട്ടിയാൽ എനിക്ക് പറയാം പെയിന്റ് മൈ ഹൗസ്, എൻ്റെ വീടൊന്ന് പെയിന്റ് ചെയ്തണമെന്നാണ്. ആ സമയം എൻ്റെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു മാനേജറുണ്ട്. മാനേജറോട് ഞാൻ പറയാം ഗെറ്റ് മൈ ഹൗസ് പെയിന്റഡ്, എൻ്റെ വീടൊന്ന് പെയിന്റ് ചെയ്യിപ്പിക്കണം. അപ്പം മാനേജർ പോയിട്ട് പെയിന്ററെ കണ്ട് അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നാണ്. സോ ഗെറ്റ് മൈ ഹൗസ് പെയിന്റഡ് എന്നാണ് പറയാം. അതുപോലെ ബാർബറോട് ഞാൻ പറയുന്നത് കട്ട് മൈ ഹെയർ എന്നാണ്, എൻ്റെ മുടി ഒന്ന് മുറിക്കൂ എന്നാണ്. ആ സമയം അമ്മ എന്നോട് പറഞ്ഞത് ഗെറ്റ് യുവർ ഹെയർ കട്ട്, യുവർ ഹെയർ ഈസ് ഓവർ ഗ്രോൺ, സോ ഗെറ്റ് യുവർ ഹെയർ കട്ട്, എൻ്റെ മുടി വല്ലാതെ വളർന്നിട്ടുണ്ട്, മുടി മുറിപ്പിക്കണം, പോയിട്ട് മുടി മുറിപ്പിക്കൂ എന്നാണ്. അതുപോലെ എനിക്കൊരു മെക്കാനിക്കിനോട് എനിക്ക് പറയാം പ്ലീസ് റിപ്പയർ മൈ ബൈക്ക്, എൻ്റെ ബൈക്ക് ഒന്ന് റിപ്പയർ ചെയ്യണം. പക്ഷെ ഇത് കേടായി വീട്ടിലിരിക്കുകയാണ്. അപ്പം എൻ്റെ അനിയൻ അവിടെയുണ്ട്, അനിയനോട് പറയും ഇതൊന്ന് കൊണ്ടുപോയിട്ട് റിപ്പയർ ചെയ്യിപ്പിക്കണം. അല്ലെങ്കിൽ അവിടുത്തെ സെർവൻ്റ് ഉണ്ടെങ്കിൽ സെർവൻ്റിനോട് ഇതൊന്ന് റിപ്പയർ ചെയ്യും. സോ ഗെറ്റ് മൈ ബൈക്ക് റിപ്പയർഡ് എന്നാണ് പറയുക. ഡു ഇറ്റ്, ഒരാളോട് നേരിട്ട് വരാം ഡു ഇറ്റ്, ഇത് ചെയ്യുന്ന. ആ സമയത്ത് ചെയ്യിപ്പിക്കാൻ പറയാണ്, വേറെ ഒരാളോട് കൊണ്ട് ചെയ്യിപ്പിക്കാനാണ് ഗെറ്റ് ഇറ്റ് ഡൺ, ഡു ഇറ്റ് ഗെറ്റ് ഇറ്റ് ഡൺ, ചെയ്യിപ്പിക്കൂ. ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ എപ്പോഴും ആവശ്യമുള്ളതാണ്. നിത്യജീവിതത്തിൽ ആവശ്യമുള്ളത് കൊണ്ട് ഇതെല്ലാം നമ്മൾ പഠിച്ചു വെക്കണം, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ചിലതൊക്കെ പറയും ഓക്കെ ഐ വിൽ ഗെറ്റ് ദ മാനേജർ ടു ഇമെയിൽ ദ ഡീറ്റെയിൽസ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ മാനേജറെ കൊണ്ട് ഇതിൻ്റെ ഒരാളോട് പറയുകയാണ് അവിടുത്തെ കസ്റ്റമർ വന്നപ്പോൾ ഇതൊക്കെ ഞാൻ ഇമെയിൽ ചെയ്യിപ്പിക്കാം, മാനേജറെ കൊണ്ട് അത് ഇമെയിൽ ചെയ്യിപ്പിക്കാം. ഐ വിൽ ഗെറ്റ് ദ മിനിസ്റ്റർ ടു കോൾ ദ CM. ഞാൻ ഒരു കാര്യം ചെയ്യാം, മന്ത്രിയെ കൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയെ വിളിപ്പിക്കാം. കാരണം എനിക്ക് മുഖ്യമന്ത്രിയായിട്ട് നേരിട്ടതല്ല, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് മന്ത്രിയായിട്ട് നേരിട്ട് പരിചയം, അപ്പം മന്ത്രിയെ കൊണ്ട് മുഖ്യമന്ത്രിയെ വിളിപ്പിക്കാം. ഐ വിൽ ഗെറ്റ് ദ മിനിസ്റ്റർ ടു കോൾ ദ CM. ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ചില സമയം നമ്മൾ കേട്ട് കാണും ഐ ക്യാൻ ഗെറ്റ് മൈ ബേബി ടു സ്ലീപ്പ്, എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഉറക്കാൻ കഴിയുന്നില്ല. അവൻ എന്ത് പറഞ്ഞിട്ട് ഉറങ്ങുന്നില്ല എന്നാണ്. ഐ ക്യാൻ ഗെറ്റ്, ഉറക്കാൻ പറ്റുന്ന. അവനോട് പലതും ഞാൻ പറഞ്ഞു നോക്കി, അവനെ ഉറക്കാൻ പറ്റുന്നില്ല എന്നാണ്. ഇതിലൊക്കെ നമുക്ക് ഗെറ്റ് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഗെറ്റിന് പകരം ഇവിടെയൊക്കെ നമുക്ക് ഹാവ് ഉപയോഗിക്കാം, ഒരു വ്യത്യാസമില്ല. അതൊക്കെ ഞാൻ പറഞ്ഞു തന്നത്. ഇനി നോക്കിക്കോളും, ഹെൽപ്പ് എന്നൊരു വെർബുണ്ട്. അപ്പം ഹെൽപ്പിൻ്റെ അർത്ഥം സഹായിക്കുന്ന, അത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നുണ്ട്. സി ഐ ഹെൽപ്പ് മൈ മദർ ടു കുക്ക്, അല്ലെങ്കിൽ കുക്ക്. അപ്പം ഹെൽപ്പ് കഴിഞ്ഞാൽ ബെയർ ഇൻഫിനിറ്റീവോ ടു ഇൻഫിനിറ്റ് രണ്ടും ചേർക്കാം. ഐ ഹെൽപ്പ് മൈ മദർ ടു കുക്ക് എന്ന് പറയാം. ഐ ഹെൽപ്പ് മൈ മദർ കുക്ക്, അമ്മയെ ഞാൻ പാചകം ചെയ്യാൻ സഹായിക്കാറുണ്ട് എന്നാണ്. മൈ പാരൻസ് ഹെൽപ്പ് മീ ടു ഡു ദ ഹോംവർക്ക്, മൈ പാരൻസ് ഹെൽപ്പ് മീ ടു ഡു ദ ഹോംവർക്ക്, ഓർ മൈ പാരൻസ് ഹെൽപ്പ് മീ ഡു ദ ഹോംവർക്ക്. രണ്ടും പറയാം. ഹോംവർക്ക് ചെയ്യാൻ എൻ്റെ അച്ഛനും അമ്മയും എന്നെ സഹായിക്കാറുണ്ട് എന്നാണ്. ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ പറയാം ഓക്കെ ഐ വിൽ ഹെൽപ്പ് യു ഗോ എബ്രോഡ്, വിദേശത്ത് പോകാൻ ഞാൻ നിന്നെ സഹായിക്കാം. ഐ വിൽ ഹെൽപ്പ് യു ഗോ എബ്രോഡ്. ഇത്രയേ ഉള്ളൂ. ഹെൽപ്പ് ഇത് സാധാരണ. മൈ ഫ്രണ്ട്
helped me to start a business or start a business. ഒരു പുതിയ വ്യവസായം തുടങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ സുഹൃത്ത് എന്നെ സഹായിച്ചു എന്നാണ്. ഇപ്പോൾ ഹെൽപ്പ് അത്ര അധികം അങ്ങോട്ടേക്ക് നമ്മൾ വലിയ പ്രയാസമൊന്നുമില്ല. ഇതിലേറ്റവും നമ്മൾ എപ്പോഴും നിത്യജീവിതത്തിൽ ഹെൽപ്പ് ഉപയോഗിക്കും. അതേസമയം ഹാവും ഗെറ്റ് ഉപയോഗിക്കുമ്പോൾ ഗെറ്റാണ് ഇൻഫോർമൽ, ഹാവ് ഫോമൽ ഇതിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതും അതിൻ്റെ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ഒക്കെ പറഞ്ഞ് ഒന്നുകൂടി ഇത് ശരിക്കും കേട്ടു നോക്കുക. ഇത് നമുക്ക് നിത്യജീവിതത്തിൽ അത്രയധികം ഉപകാരമുള്ളതാണ്. ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വ്യക്തത കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുക, ഐ വിൽ ക്ലിയർ ഇറ്റ്. ഓക്കെ, ഇനി നോക്ക്, ഒരേ സാധനം നമുക്ക് എങ്ങനെയാണ് വ്യത്യാസമാവുന്നത് നോക്ക്. നമ്മൾ മെയ്ക്ക് പറഞ്ഞു, ഹാവ്, ഗെറ്റ്, അതുപോലെ ലെറ്റ്, ഹെൽപ്പൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഐ മെയ്ഡ് മൈ സൺ ക്ലീൻ ഹിസ് റൂം. അതായത് എൻ്റെ മോനെ കൊണ്ട് അവൻ്റെ റൂം ഞാൻ വൃത്തിയാക്കി. അവൻ ആ റൂമൊക്കെ അലങ്കോലപ്പെട്ട് എപ്പോഴും അവൻ്റെ റൂമിൽ വൃത്തിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ നിർബന്ധിച്ച് ഞാൻ അവനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു. ഐ മെയ്ഡ് മൈ സൺ ക്ലീൻ ഹിസ് റൂം. അതിൻ്റെ സ്ഥാനത്ത് ഐ ഹാഡ് മൈ സൺ ക്ലീൻ ഹിസ് റൂം. എൻ്റെ മോനെ കൊണ്ട് അവൻ്റെ റൂം ഞാൻ വൃത്തിയാക്കിച്ചു എന്നാണ്. അവിടെ നിർബന്ധിച്ച് ചെയ്യല്ല, അവനെ കൊണ്ട് പറഞ്ഞിടാം, മോനെ ആ വീട് കണ്ടില്ല, ആരും കയറി വന്ന് എന്തായിരിക്കും നീ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ചെയ്യിപ്പിച്ചു എന്നാണ്. അത് തന്നെ കുറച്ചുകൂടി ഐ ഗോട്ട് മൈ സൺ ടു ക്ലീൻ ഹിസ് റൂം. എൻ്റെ മോനെ കൊണ്ട് അവൻ്റെ റൂം ഞാൻ വൃത്തിയാക്കിച്ചു എന്ന് പറയും. ഐ ലെറ്റ് മൈ സൺ ക്ലീൻ ഹിസ് റൂം. ഞാൻ അവൻ്റെ റൂം വൃത്തിയാക്കാൻ അവനെ അനുവദിച്ചു. സാധാരണ അവന് അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ എന്നാലും അവൻ പഠിക്കട്ടെ എന്ന് വെച്ചിട്ട് ഐ ലെറ്റ്, ഞാൻ അതിന് അവൻ വന്നിട്ട് വെച്ചാൽ ഞാൻ റൂമൊക്കെ വൃത്തിയാക്കട്ടെ എന്ന് വെച്ചപ്പോൾ അനുവാദം കൊടുത്തു. ഐ ലെറ്റ് മൈ സൺ. ഐ ഹെൽപ്ഡ് മൈ സൺ ക്ലീൻ ഹിസ് റൂം. അവൻ്റെ റൂം വൃത്തിയാക്കാൻ ഞാൻ അവനെ സഹായിച്ചു. അപ്പോൾ ഈ കോസറ്റീവ് വേർഡ്സിനൊക്കെ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.